പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പാളയം മാർക്കറ്റിലാണ്. ഇവിടെ ഒരു 5-6 അമ്മമ്മമാർ നമ്മുടെ നാടൻ പച്ചക്കറികളും എല്ലാം വിൽക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് കാണാം. ഇതാ ചക്കയുണ്ട്, അതുപോലെ ചക്കക്കുരുണ്ട്, തേങ്ങ, കാന്താരി എല്ലാം ഉണ്ട്. അപ്പം കുമ്പളങ്ങ, കൊട്ടപ്പാരി, പാവല്. അപ്പം നമുക്ക് നമ്മുടെ ഇത് വിൽക്കുന്ന ലീലച്ചിയോട് ചോദിക്കാം. ആ ലീലച്ചി, അപ്പം ഇത് എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇത് കുറവുംകോണം അമ്പലനഗർ, കവടിയാർ അമ്പലനഗർന്ന്. ചക്കയെല്ലാം അവിടെ തന്നെ കൊണ്ടുവരുന്നു. അപ്പം ചക്കക്ക് എത്രയാണ് വില? ചക്ക ഒരു പാത്രത്തിൽ ഇരിക്കുന്ന 50. ഒരു പാത്രത്തിലുള്ളത് 50. കുരുവിനോ? ചക്കക്കുരുവിനോ? 50. അത് എത്ര ഉണ്ടാവും കിലോ? എത്ര ഗ്രാം ഉണ്ടാവും? അത് ഒരു അര കിലോയിൽ കൂടും അല്ലേ? ഓക്കെ. അതെ. എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? അങ്ങനെ പോകുന്നല്ലേ? അതെയാ, എന്നാലും മോശമില്ല അല്ലേ? അപ്പം രാവിലെ എത്ര മണിക്ക് വരൂ? 3 മണിയാകുമ്പോൾ വരും. 3 മണിയാകുമ്പോൾ വരും. 8-9 മണി വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്നാലും അങ്ങനെ കച്ചവടം ചെയ്ത് പോകുന്നല്ലേ, നാടൻ പച്ചക്കറിയും അല്ലേ? ഓക്കെ. രാജ്യാന്തര ഉൽപ്പന്നമായ ചക്കയാണ് ഇവിടെ വിൽക്കുന്നത്. ചക്ക അതുപോലെ പച്ചക്കറികളും. ശരി, ഓക്കെ. ഇതുപോലെ അതെ. അടുത്ത കാമ്പും മറ്റുള്ള സാധനമെല്ലാം ഇടിയുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ പേരെന്നാ? എൻ്റെ പേര് ലൈല. സ്ഥലം? കേശവദാസപുരം അല്ലേ? എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? ഓക്കെ. അപ്പോൾ ശരി. കാമ്പും കാര്യമെല്ലാം ഉണ്ട്. മുരിങ്ങച്ചപ്പ് വരെ ഉണ്ട്. മുരിങ്ങക്ക എത്രയാ? മുരിങ്ങച്ചപ്പിന് 20. കപ്പക്കക്ക് 10-20 അല്ലേ? കരിവേപ്പിലക്കോ? നാടൻ കറിവേപ്പില 20. തട. ഓക്കെ. എന്നാൽ ശരി. ഓക്കെ. ഇതാ അതുപോലെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ചക്ക ഇപ്പുറവും ഉണ്ട്. ചക്കയുണ്ട്, കൊള്ളിക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് പാളയം മാർക്കറ്റ്, തിരുവനന്തപുരം. ഇവിടെ പ്രായമുള്ള അമ്മമാർ വിൽക്കുന്ന സ്ഥലമാണിത്.